വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ചോക്ലേറ്റ് പേസ്ട്രി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ചെറിയ പാർട്ടിക്കുള്ള പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത്. അപ്പം ഹിയർ ഈസ് റെസിപ്പി. Let's go to the bake shop. ആദ്യം തന്നെ നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം എഗ് യോക്കും എഗ് വൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ എഗ് യോക്ക് എഗ് വൈറ്റിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെ വന്ന ഒരു കാരണവശാലും നമ്മുടെ എഗ് വൈറ്റ് നമ്മൾ മെറൈൻ ഉണ്ടാക്കുമ്പം പൊങ്ങി വരത്തില്ല കേട്ടോ. എഗ് വൈറ്റിട്ട് കുറേശ്ശെ ഷുഗർ ആഡ് ചെയ്ത് നമുക്ക് വിപ്പ് ചെയ്ത് നന്നായിട്ട് പൊക്കിയെടുക്കാം. അപ്പം ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഒരുമിച്ച് ഷുഗർ ഇടാൻ പാടില്ല. കുറേശ്ശെയായിട്ട് വിപ്പ് ചെയ്ത് പൊക്കാനേ പാടുള്ളൂ. ഇങ്ങനെ വിപ്പ് ചെയ്ത് പൊക്കുന്നതിന് ഫ്രഞ്ച് മെറൈൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് വിപ്പ് ചെയ്ത് കൃത്യം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ എഗ് യോക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എഗ് യോക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒരു കാരണവശാലും ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വിപ്പ് ചെയ്ത് പൊക്കിയ മെറൈൻ താത്തിക്കളയരുത് കേട്ടോ. ഇനി നമുക്ക് ഓയിലും മിൽക്കും വാനിലയും ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിക്വിഡ് ആഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് വിസ്ക് ചെയ്യാനോ അങ്ങനൊന്നും പാടില്ല. ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാനോ പാടുള്ളൂ കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് ആ എഗ്ഗിലോട്ട് ഫോൾഡ് ചെയ്ത് കയറ്റാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം 165 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് സ്പോഞ്ച് ബേക്ക് ചെയ്യുന്നത് സ്റ്റീമിംഗ് മെത്തേഡ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാത്തതുകൊണ്ട് സ്റ്റീമിങ് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ബേക്കിങ്ങിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് നല്ല സെറ്റപ്പായിട്ട് ബേക്ക് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണല്ലോ നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഏറ്റവും തീ കുറച്ചിട്ട് മാത്രമേ ഉള്ളൂ ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മെൽറ്റ് ആയിരിക്കുകയാണ്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് ക്രീം വിപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് 100% ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും മധുരം കാണത്തില്ല അതിന്. പക്ഷേ ഞാൻ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊന്നുമില്ല. അതിന് പകരം നമ്മൾ ക്രീം എടുക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള ക്രീമാണ് ഞാൻ വിപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്രീം വിപ്പ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പം ക്രീം വിപ്പ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് 80% മാത്രം
നമ്മുടെ ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചോക്ലേറ്റും ക്രീമുമായിട്ട് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് സാധാരണ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ആ പിരിഞ്ഞു പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ബൗളെടുത്ത് അതിലോട്ട് കുറച്ച് ക്രീമും കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് ആ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മെൽറ്റ് ചെയ്ത ക്രീം നമ്മൾ ചോക്ലേറ്റോട്ട് ആദ്യമേ ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ചോക്ലേറ്റ് ടെമ്പറേച്ചർ ഒരുപാട് താഴും. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസിയുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒരു കാരണവശാലും പിരിഞ്ഞും പോകത്തില്ല കേട്ടോ. ആദ്യമേ നമുക്ക് കേക്കിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫില്ലിങ് നമുക്ക് 2 ലെയറിലും നമുക്ക് നന്നായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ചോക്ലേറ്റ് ക്രീമിനെ കുറിച്ച് 2 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇത് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ചോക്ലേറ്റ് പേസ്ട്രി നമ്മൾ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഈ പേസ്ട്രീസ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ പാർട്ടികൾക്ക്, ഫംഗ്ഷൻസിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പോർഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങളൊരു പാർട്ടിക്ക് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ഷീറ്റ് കേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷുഗറിൻ്റെ അളവ് വളരെ കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പൗണ്ട് ചോക്ലേറ്റോ 60% ചോക്ലേറ്റോ അല്ലെങ്കിൽ സെമി സ്വീറ്റ് ചോക്ലേറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് ആർക്കെങ്കിലും ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം വെബ്സൈറ്റിൽ ഫോറം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മൾ യൂട്യൂബ് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം see you next time.